മകളെ ഇന്ന് ഒരു കുട്ടിയുടെ ഒരു മെസ്സേജാണ്. എൻ്റെ റാങ്ക് 1300 മുസ്ലിം കാറ്റഗറിയിലാണ്. എനിക്ക് ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മുസ്ലിം കാറ്റഗറിയിൽ വരുന്ന കുട്ടിയാണ്, ഇത്രയാണ് നിങ്ങളുടെ റാങ്ക് എങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാൻ സാധ്യതയുള്ള കോളേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇടുക്കി ഉണ്ടാവും, കോന്നി ഉണ്ടാവും, പാലക്കാട് ഉണ്ടാവും, കാസർഗോഡ് ഉണ്ടാവും, വയനാട് ഉണ്ടാവും. ഇത്തരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: ഈ രീതിയിൽ നിങ്ങൾ കേരളത്തിൽ നിൽക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ട ചൂസ് ചെയ്യുന്നതല്ലേ? നന്നായിട്ട് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന നമ്മുടെ കോളേജുകളെ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കോഴിക്കോട്, പിന്നെ ട്രിവാൻഡ്രം, പിന്നെ നമ്മൾ തൃശ്ശൂർ, കോട്ടയം, ആലപ്പുഴ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ആലപ്പുഴയുടെ റേഞ്ചിലെങ്കിലുള്ള ഒരു കോളേജിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഇതുപോലെ കാസർഗോഡും അല്ലെങ്കിൽ വയനാടും നിങ്ങൾ ചേരേണ്ടതില്ല. മക്കൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റാങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ടയിൽ നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് വന്നപ്പോൾ ഒരു 17,000 മുതൽ നിങ്ങളൊരു 17K, നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് വന്നിട്ട് ഒരു 17,000 ആണ്. 17,000 മുതൽ ഒരു 28,000 വരേക്കുള്ള റാങ്കിലുള്ള കുട്ടിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഓൾ ഇന്ത്യയിലേക്കാണ്. ഓൾ ഇന്ത്യയിൽ നല്ല കോളേജുകളുണ്ട്. ഇപ്പോൾ കർണാടക ആയിക്കോട്ടെ, തമിഴ്നാട് ആയിക്കോട്ടെ, ആന്ധ്ര ആയിക്കോട്ടെ. ഇനി അങ്ങനെ നിങ്ങൾക്ക് ഈ ചൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ നിങ്ങൾ എടുക്കുക. തെലുങ്കാന പോകാൻ പറ്റുമെങ്കിൽ തെലുങ്കാന, ഇനി ഹൈദരാബാദ് പറ്റുമെങ്കിൽ അങ്ങനെ. ഇവിടേക്കുള്ള നല്ല ഗവൺമെൻറ് കോളേജുകളുണ്ട്, നല്ല ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുണ്ട്. ഇവിടെ നിങ്ങൾ പഠിക്കടാ. അങ്ങനെയാണ് അത്രയും സീറ്റുകൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ അവസാനത്തെ കോളേജുകളിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്കൊരു ആലപ്പുഴയുടെ റേഞ്ചിലുള്ള ഒരു കോളേജ് നിങ്ങൾക്ക് ചിലപ്പോൾ പുറത്തേക്ക് പോയാൽ കിട്ടും. അങ്ങനെയാണ് പിന്നെ എന്തിനാ നിങ്ങൾ കാസർഗോഡും വയനാടും പഠിക്കുന്നത്? അപ്പോൾ മക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്: നിങ്ങളുടെ റാങ്ക് ഒരു 1000-2000 റേഞ്ചിലാണെങ്കിൽ, നിങ്ങൾ കേരള റാങ്ക് നിങ്ങളൊരു 1000-നും 2000-നും ഇടയിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ കഴിയുന്നതും ഇവിടെ നിന്ന് തിരിയാതിരിക്കുക. കേരളത്തിലെ സീറ്റുകളേക്കാൾ ഉപരി നിങ്ങൾക്ക് അത്രയും കേരളം തന്നെയാണ് വേണ്ടത്. നിങ്ങൾ കേരളത്തിൽ ഏത് കോളേജും കിട്ടിയാൽ പഠിക്കും, അങ്ങനെ മൈൻഡ് സെറ്റുള്ളവർ പഠിച്ചോ. പക്ഷെ മറിച്ച് അല്ലാത്ത കുട്ടികൾ കഴിയുന്നതും ഈ 1000-നും 2000-നും ഇടയിലാണ് നിങ്ങളുടെ കേരള റാങ്കെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾ ഇന്ത്യയിൽ മറ്റ് സ്റ്റേറ്റിലേക്ക് പോകാൻ റെഡി ആവുക. മറ്റ് സ്റ്റേറ്റുകളിൽ നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടുന്നതിനേക്കാളും നല്ല ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മക്കൾക്ക് പഠിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ അങ്ങനെ പോകാൻ നോക്കുക. പിന്നെ നിങ്ങളിപ്പോൾ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഓൾ ഇന്ത്യ വരുന്നുണ്ട്, കേരള വരുന്നുണ്ട്, എല്ലാം കൂടെ ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഓൾ ഇന്ത്യയിൽ നിന്ന് നമുക്ക് എപ്പോഴും എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്, ഏത് ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്, ഏത് ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. കേരള അങ്ങനെയല്ല. കേരള ഒരു തവണ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. പുതിയതായിട്ട് കോളേജുകളോ പുതിയതായിട്ട് സീറ്റോ വന്നാൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. അതുപോലെ നമ്മൾ താഴെ കൊടുക്കുന്ന ഓപ്ഷൻസ് ഒക്കെ ഡിലീറ്റ് ആയി പോകും. അതുമാത്രമല്ല, ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ പോയിട്ട് അവിടെ അഡ്മിഷൻ എടുക്കേണ്ടി വരും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിന് വേണ്ട ഫണ്ട് എന്താണോ അത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പം ശ്രദ്ധിച്ചിട്ട് മാത്രം ഓപ്ഷൻസ് കൊടുക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ആ അടയ്ക്കാനുള്ള ഫണ്ട് നിങ്ങളുടെ കയ്യിലില്ല എന്നാണെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് പിന്നീട് നിങ്ങൾ ആ ഫണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ട് തന്നെ അലോട്ട്മെന്റ് കാര്യങ്ങളിലേക്ക് പോവാം. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുടെയും സംശയം ചോദിക്കാവുന്നതാണ്. നമ്മുടെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് മറുപടി തരാൻ ഞങ്ങൾ റെഡിയാണ്. ഓക്കെ മക്കളെ, താങ്ക് യു.